ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പോൾ കോടതിയിലുള്ളത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കേണ്ടതില്ല. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ട് എന്ന് മാധ്യമങ്ങൾക്ക് അറിയിപ്പ് കിട്ടുന്നു. മാധ്യമങ്ങൾ അവിടെ ചെല്ലുന്നു. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വാർത്താ സമ്മേളനത്തിൽ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു. അതിനിടയിൽ മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് നിങ്ങൾക്ക് സാമാന്യ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ആവർത്തിച്ച് ചോദിക്കുന്നത് എന്നുള്ളതാണ്. കോടതിയിലുള്ള കാര്യങ്ങൾ കോടതിയിൽ പറഞ്ഞാൽ പോരെ, നിങ്ങൾക്ക് മുന്നിൽ വാദിക്കേണ്ടതില്ലല്ലോ എന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ടതെന്ന് അദ്ദേഹം തന്നെ പറയുന്ന, അല്ലെ, അദ്ദേഹം ഇത്രയും കാലം പറഞ്ഞത് അങ്ങനെയല്ലായിരുന്നുവെങ്കിലും ഇപ്പോൾ പറയുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ്. അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ടതെന്ന് അദ്ദേഹം തന്നെ പറയുന്ന ഒരു കാര്യം കോടതിയിലുള്ളപ്പോൾ അത് കോടതിയിൽ മാത്രം വാദിച്ചാൽ മതിയോ? അങ്ങനെയാണെങ്കിൽ ഇതിനു മുൻപ് ഉയർത്തിയ ധാർമ്മിക വിഷയങ്ങളൊക്കെ എവിടെ ചെന്ന് നിൽക്കും? ഇപ്പോ സജി ചെറിയാന്റെ രാജിയിൽ പോലും എന്താണ് പറഞ്ഞത്? ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുള്ള രാജി എന്നായിരുന്നല്ലോ. അപ്പൊ അത്തരം ധാർമ്മികത ഇപ്പോൾ ബാധകമല്ല എന്നാണോ? അത് ഇതിലൊരു പ്രശ്നം, ഈ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ പിണറായി വിജയനോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ടവരോ ആരോപണങ്ങളിൽ പെടുകയോ അല്ലെങ്കിൽ ഇപ്പോൾ എത്ര തെളിവുണ്ടായാലും അവർക്ക് ഇതൊന്നും ബാധകമല്ല. മുൻകാലങ്ങളിൽ 9 വർഷം മുമ്പ് പിണറായി വിജയൻ തന്നെത്താൻ തന്നെ കേരളത്തോട് പറഞ്ഞ ധാർമ്മിക രാഷ്ട്രീയമൊന്നും ഇന്ന് ഇവർക്ക് ബാധകമല്ല. മുൻപ് കെ എം മാണിയുമായി ബന്ധപ്പെട്ട ആരോപണം വന്നപ്പോൾ സീസറിൻ്റെ ഭാര്യ കൂടി ആരോപണ വിധേയമല്ലാതാക്കപ്പെടണം എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ കെ എം മാണിയുടെ രാജിക്ക് വേണ്ടി മറുപടി കിട്ടിയല്ലോ, കെ ബാബുവിൻ്റെ രാജിക്ക് വേണ്ടി മറുപടി കിട്ടിയല്ലോ. എന്തിനാ ഇ.പി. ജയരാജൻ രാജിവെച്ചത്? എന്തിനാ കെ.ടി. ജലീൽ രാജിവെച്ചത്? എന്തിനാ സജി ചെറിയാൻ രാജിവെച്ചത്? അപ്പൊ ഇവർക്കൊക്കെ ബാധകമായ ധാർമ്മികത പിണറായി വിജയൻ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയും അധാർമികനായ ഒരാളാണ് കേരളം ഭരിക്കുന്നത്. ഇവിടെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ കൈകൾ ശുദ്ധമാണ്, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പെൻഷൻ കാശ് കൊണ്ടാണ് ഈ കമ്പനി തുടങ്ങിയത്, ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവും അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കോ ഇല്ല എന്നൊക്കെ. അത് മാത്രമല്ല, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിൽ പരാമർശിക്കപ്പെടുന്ന കേരളത്തിലെ പ്രോമിനന്റ് പേഴ്സൺ വീണ വിജയനുമായി ബന്ധമുള്ള പൊളിറ്റിക്കൽ ലീഡർ, അതിനുശേഷം പറയുന്നു PV എന്ന് പറഞ്ഞ നേതാവിന്റെ പേര് ഡയറി കുറിപ്പിലുണ്ടെന്ന് പറയുന്നു. അപ്പൊ ഇതൊന്നും താനല്ല എന്ന് പറഞ്ഞ് കൈ കഴുകിയ പിണറായി വിജയൻ പിന്നെ എന്തിനാണ് മകളുമായി ബന്ധപ്പെട്ട തികച്ചും മകളുടെ വ്യക്തിപരമായിട്ടുള്ള മകളുടെ കമ്പനിയുടെ മാത്രം കാര്യമായിട്ടുള്ള ഒരു വിഷയത്തിൽ രാഷ്ട്രീയ പ്രേരിതമാണ് തന്നെ വേട്ടയാടാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ പറയണം ഇത് മകളുടെ മാത്രം പ്രശ്നമാണ്, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം രാജിവെക്കേണ്ടതില്ല. അതിനപ്പുറത്ത് അദ്ദേഹത്തെ കൂടി വേട്ടയാടുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നലിന്റെ കാരണം എന്താ? അദ്ദേഹം രാജിവെക്കേണ്ടതില്ല എന്ന് അദ്ദേഹത്തിന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ കോടിയേരി ബാലകൃഷ്ണന്റെ വിഷയമാണ് അദ്ദേഹം ഉദാഹരണമായിട്ട് എടുക്കുന്നത്. ബിനീഷ് കോടിയേരിയുടെ പ്രശ്നം വന്നപ്പോൾ കോടിയേരിയുടെ പേര് പരാമർശിച്ചില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഈ രാജ്യത്ത് ഏത് കേസെടുത്താലും ആ കേസെടുക്കുന്ന വ്യക്തിയുടെ, കേസിൽ പ്രതിയാകുന്ന വ്യക്തിയുടെ പിതാവിന്റെ പേരും അദ്ദേഹത്തിന്റെ അഡ്രസ്സും ഏജും ഉൾപ്പെടെ മുഴുവൻ കാര്യം രേഖപ്പെടുത്തും. ഇപ്പൊ വീണ തൈക്കണ്ടിലിനെതിരെ കേസെടുത്താൽ വീണ തൈക്കണ്ടിലിന്റെ പിതാവ് പിണറായി വിജയൻ എന്തായാലും പേര് പരാമർശിക്കേണ്ടി വരും. ഇപ്പൊ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ കേസെടുത്തപ്പോ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ എന്ന് തന്നെ വെക്കണ്ടേ, അല്ലാതെ പേര് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും കോടിയേരി ബാലകൃഷ്ണന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ആ ധാർമ്മികത പിണറായി വിജയന് ബാധകമല്ല എന്നാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ആജ്ഞാനുവർത്തികളായിട്ടുള്ള ആ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയുടെ നേതാവായിട്ടുള്ള അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി തൊട്ട് താഴത്തെ സഖാവ് വരെ പറയുന്നത്. ഇതാണ് നമുക്ക് മനസ്സിലാകാത്തത്. ധാർമ്മികത തൊട്ട് തീണ്ടിയിട്ടുള്ള ഇല്ലാത്ത ഒരു പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്. ഇവരിൽ നിന്ന് രാജി പ്രതീക്ഷിക്കുന്നില്ല, രാജി വേണ്ട, ഇവരിങ്ങനെ തുടരട്ടെ. കേരളത്തിലെ ആളുകൾ ഈ പ്രതിഷേധമൊക്കെ നടത്തുമ്പോൾ ഇതിലെല്ലാം മുകളിൽ ഞാൻ രാജാവാണെന്ന് തോന്നി അദ്ദേഹം ഇങ്ങനെ വിരാജിക്കട്ടെ. ഇപ്പൊ കടപ്പുറത്ത് അദ്ദേഹം ഉദ്ഘാടനത്തിന് പോകുമ്പോൾ കടകൾ അടച്ചിടുന്നു. അതായത് ബ്രണ്ണൻ കോളേജിന്റെ വരാന്തയിൽ ഊരിപ്പിടിച്ച വാളിന് മുമ്പിലൂടെ നടന്നു നീങ്ങിയ ആ പ്രത്യേക ആക്ഷൻ കാണിക്കുന്ന പഴയ വിജയന് പുതിയ വിജയനായപ്പോൾ ആളുകൾ കട തുറക്കുന്നത് പോലും പേടിയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പേടിക്കുന്നത്? അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന്റെ മടിയിൽ കനമുണ്ട്, അദ്ദേഹം ഒരുപാട് ഉപ്പ് തിന്നിട്ടുണ്ട്, അതുകൊണ്ട് ഒരുപാട് വെള്ളം കുടിക്കേണ്ടി വരും. അപ്പൊ ഈ വെള്ളം കുടിക്കുമ്പോൾ നാട്ടുകാരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കച്ചവടക്കാരെ പൂട്ടിക്കും, നാട്ടുകാരെ ആട്ടി ഓടിക്കും, പോലീസിനെ അണിനിർത്തി ആ കവചം തീർത്ത് അതിലൂടെ മാത്രം സഞ്ചരിക്കും. ശരി.